അസ്സലാമു അലൈക്കും. ഞാൻ കായച്ചാറ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. കായച്ചാറ് പറഞ്ഞാൽ വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതിൽ ഇറച്ചി ഒന്നും ചേരുന്നില്ല. എല്ലാം കൊഴുപ്പിട്ടാലല്ലോ നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുക. പക്ഷേ നമ്മൾ ഇവിടെ ഉണ്ടാക്കണ ഞങ്ങൾക്കൊന്നും ചേരില്ല. പക്ഷേയുള്ള പരിപ്പ് കടലപ്പരിപ്പാണ് എടുക്കുന്നത്. ഇനി ഇതിൽ കൂടെ ഇത്ര തന്നെ അളവിൽ നമുക്ക് തോരപ്പരിപ്പ് കൊടുക്കാം. തോരപ്പരിപ്പ് ഇതിൽ കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നല്ല രണ്ടും കൂടി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെക്കുക. നമുക്കിത് കുക്കറിലിട്ടിട്ട് വേവിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. അച്ചാറുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചക്കറി, ഉരുളക്കിഴങ്ങ്, കത്തിരിക്കായ്, മുരിങ്ങക്ക, കുമ്പളങ്ങ, വാഴക്ക ഒക്കെ കൂടിയിട്ടിട്ട് ഇത് വാഷ് ചെയ്ത് വെക്കുക. പിന്നെ പുളി, പിന്നെ പട്ട, കറാമ്പ്, ഏലക്ക, കടുക്, ഉലുവ, നല്ല ജീരകം, പിന്നെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ തക്കാളി, മാങ്ങ, സവോള, കറുവേപ്പില, മല്ലിത്തള, തേങ്ങ അരച്ച് വെക്കണം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചട്ടി ചൂടായിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടായ എണ്ണ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം ഇടേണ്ടത് പട്ടയും കറാമ്പും ഏലക്കായും ഇടാം. പിന്നെ ഉലുവ, പിന്നെ നല്ല ജീരകം, പിന്നെ കടുക്. പൊട്ടി വരുമ്പോൾ ഒന്ന് മൂത്ത നല്ല മണം വരും. കറുവേപ്പില ഇടാം. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇടേണ്ടത് ഈ മൂത്തതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ആദ്യം ഇടേണ്ടത്. വെളുത്തുള്ളിയല്ല, പച്ചമുളക്. വെളുത്തുള്ളി ഇടുന്നത് നെയ്ച്ചോറിലേക്കാണ് ഫസ്റ്റ് ഇടുക. അതിൽ പച്ചമുളക് ഫസ്റ്റ് ഇടുക. അപ്പോൾ നമുക്കത് ആദ്യം ഇടാം. പച്ചമുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് ബാക്കി വെളുത്തുള്ളി ഇടാം. നന്നായി നോക്കട്ടെ. ഈ പച്ചമുളകിൻ്റെ മണം വരണം ഫസ്റ്റ്. ഇഞ്ചി, വെളുത്തുള്ളി ഇടാം. ഇഞ്ചി ഞാനിതിൽ ഇടുന്നില്ല. ഞാൻ ഇറച്ചി ഉണ്ടെങ്കിലാണ് അപ്പോൾ ഇഞ്ചിയൊക്കെ ഇടുള്ളൂ, അല്ലെങ്കിൽ ഇടില്ല. പിന്നെ ഇത്തിരി ചെറിയ ഉള്ളി. ഇതൊന്ന് മൂത്ത് വരട്ടെ. സവോള ഇടാം. സവോള ഇട്ടതിൽ കുറച്ച് ഉപ്പിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഉപ്പ് നമുക്ക് ഇത്തിരി സോഫ്റ്റായി വരാൻ, ഉള്ളി സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് എല്ലാം ഇളക്കി കൊടുക്കുന്നത്. ഇതിപ്പോൾ എന്തുകൊണ്ട് അതിന് കായച്ചാറെന്ന് പറയുന്നത് എനിക്കറിയില്ല. കായ ഇടാറില്ല. പിന്നെ വേണമെങ്കിൽ കായ്കറിയൊക്കെ ഉള്ളത് കൊണ്ടാണോ അതോ വാഴക്കടലിനോട് വാഴത്തിൻ്റെ കായാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് ബിരിയാണിക്ക്, നെയ്ച്ചോറിന്, അല്ലാത്തപ്പോൾ ഞങ്ങൾ അപ്പത്തിനൊക്കെ ഉണ്ടാക്കി കഴിക്കും. മൂടി വേവിച്ച് ഒത്തിരി എളുപ്പം സോഫ്റ്റായി വരും. കറി ഇട്ട് കൊടുക്കാം. ഈ പച്ചക്കറി നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി ഇളക്കിയിട്ട് കാണിച്ചു ശേഷം വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിത് ഇതിൽ കൂടെ നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല വഴറ്റിയിട്ട് ഒന്നങ്ങനെ മൂത്ത മണം വരുമ്പോൾ നമുക്ക് തക്കാളി ഇടാം. തക്കാളി, മാങ്ങ, മല്ലിയില ഇട്ട് കൊടുക്കാം.
മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങയും തക്കാളി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതാ മല്ലിയിലയും തക്കാളി മാങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില മാറ്റി വെക്കാം ലാസ്റ്റ് ഇടാൻ. പരിപ്പും വെള്ളവും ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഇളക്കിയിട്ട് മൂടി വെക്കാം. പുളിയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പാകത്തിന് പുളി പാകത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് മല്ലിയിലിട്ട് ഇറക്കി വെക്കാം. എന്താണ് കണ്ടമാനം പുളിയൊന്നും ഒഴിക്കേണ്ട. മാങ്ങ അതിൽ ഇട്ടിട്ടുണ്ട്, പിന്നെ തക്കാളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി മല്ലിയില വിതറിയിട്ട് ഗ്യാസ് ഓഫാക്കുക. ഞാൻ മൂടി വെച്ച് പറഞ്ഞാൽ അത് വേവണം. അങ്ങനെ കിടന്ന് തിളച്ചോളും. കുറച്ച് പണിയൊക്കെ ഉണ്ട്, പാത്രം കഴുകലും ഇവിടെ വൃത്തിയാക്കലൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.